1 വർഷം 5 ചെല്ലാൻ ലഭിച്ചു കഴിഞ്ഞാൽ ലൈസൻസ് റദ്ദാകുമെന്നുള്ളതാണ് കേന്ദ്ര നിയമം. അത് ഉടനെ നടപ്പിലാക്കില്ലെന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. അത്രയും ആശ്വാസം. പക്ഷേ ഈ ചെല്ലാനിൽ ചില ചതിക്കുഴികൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ചെല്ലാൻ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പരിവഹൻ ഒരു സൈറ്റ് ലഭ്യമാക്കിയിട്ടുണ്ട്. ആ സൈറ്റിലല്ലാതെ നമുക്ക് ചെല്ലാൻ എന്ന് പറഞ്ഞ് കിട്ടുന്ന മെസ്സേജുകളിലെ ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് പലർക്കും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാഗിനൊരു ചെല്ലാൻ വന്നില്ലേ? പിന്നെ എനിക്കൊരു കുറച്ച് ദിവസം മുമ്പ് ഒരു മെസ്സേജ് വന്നു. ഒരു മൊബൈൽ നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നു. അതിനത് ചെല്ലാൻ ജനറേറ്റഡ് ഓൺ യുവർ വെഹിക്കിൾ നമ്പർ സോ ആൻഡ് സോ. ചെല്ലാൻ നമ്പറും ഉണ്ട്. ഞാൻ എൻ്റെ വഴിക്ക് അന്വേഷിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ലിങ്ക് ഉണ്ട്. അപ്പോൾ എൻ്റെ വഴിക്ക് ഞാൻ അന്വേഷിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഇത് ഫേക്ക് ആണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ അതുമായി മുന്നോട്ട് പോയില്ല. ലിങ്ക് ക്ലിക്ക് ചെയ്താൽ പോലും ചില ആളുകളുടെ പൈസ പോയതായി പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ അതിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. പരിവാഹൻ്റെ വ്യാജ മെസ്സേജിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടല്ലേ? പരിവാഹൻ്റെ വ്യാജ മെസ്സേജ് എനിക്ക് വാട്സാപ്പിൽ വരികയാണ്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് വിചാരിക്കുന്നത് ഒരു പരിവാഹനും അപ്ഡേറ്റ് ചെയ്ത് ഒരു ഇൻഫർമേഷൻ വരുന്നു എന്നുള്ളതാണല്ലോ. നമ്മൾ അപ്പോൾ ആ ഒരു അന്നേരം ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു. ഡൗൺലോഡ് ചെയ്ത് നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കാൻ വേണ്ടി അപ്പോഴേ ആ ഒരു കാര്യം തീർക്കല്ലോ. 500 രൂപ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ നിയമലംഘനത്തിൻ്റെ പ്രശ്നം തീർന്നുവല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് പരിവാഹൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പൈസ അടയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം അതിനകത്ത് ഒരു രൂപ ഗൂഗിൾ പേ വഴി ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാനത് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു തട്ടിപ്പാണ്. ഞാൻ അവിടെ നിർത്തിയ ശേഷം പിന്നീട് ഇൻ ബിറ്റ്വീനിൽ ഞാനത് ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തില്ല. ഇൻ ബിറ്റ്വീനിൽ എനിക്കൊരു മൊബൈൽ റീചാർജ് ചെയ്യേണ്ടി വന്നു. ഞാനത് എൻ്റെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് റീചാർജ് ചെയ്തു. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് SBI ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടുന്ന് മെസ്സേജ് വന്നു, നിങ്ങളുടെ ഒരു അൺഓതൻറ്റിക് ട്രാൻസാക്ഷൻ നടക്കുന്നതായി തോന്നുന്നു, നിങ്ങൾ തന്നെ ചെയ്തതാണോ, അല്ലെങ്കിൽ നിങ്ങളത് ബ്ലോക്ക് ആക്കാൻ പറഞ്ഞു. ഞാൻ അന്നേരം കാർഡ് ബ്ലോക്കാക്കി. അന്നേരം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തു SBIക്ക്. അവർ അപ്പോൾ തന്നെ ആ പൈസ എനിക്ക് തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ പെർഫെക്റ്റ് ഓക്കെ ആയി. 7 ദിവസം കഴിഞ്ഞപ്പം SBI തന്നെ പറഞ്ഞു, നിങ്ങളുടെ ഭാഗത്താണ് ഞങ്ങളുടെ ഭാഗത്ത് വീഴ്ചയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പേയ്മെൻറ്റ് ആർക്കാണോ ഫ്രോഡുലൻ്റായി ട്രാൻസ്ഫർ ചെയ്തത് അവർക്ക് കൊടുത്തു. അപ്പോൾ സൈബർ പോലീസിനെ കോൺടാക്ട് ചെയ്തു. അവർ ഇതേ മറുപടി പറഞ്ഞു, അത് 20,000 രൂപയല്ലേ നിങ്ങൾക്ക് പോയിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്ത് ഫർദർ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പൈസ ഒരു കോടതിയിലാണ് വരിക. അപ്പോൾ നിങ്ങൾ അഭിഭാഷകനായിട്ട് 20,000 രൂപ കൊടുക്കേണ്ടി വരും. ഇത് എൻ്റെ മാത്രം അവസ്ഥയല്ല, ഇത് മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യൻ്റെ അവസ്ഥയാണ്. എല്ലാ ചെല്ലാനും ഒറിജിനൽ എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ചില ചെല്ലാനുകളുടെ പിറകെ പോയി കഴിഞ്ഞാൽ വലിയ ധനനഷ്ടമാണ് ഉണ്ടാവുക. ചെല്ലാൻ്റെ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പരിവഹൻ്റെ സൈറ്റിൽ പോകുക, അവിടെ ആ ചെല്ലാൻ നമ്പർ അടിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പിഴ ചുമത്തിയിട്ടുണ്ടോ എന്ന് മനസ്സിലാകും. അല്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ ധനനഷ്ടമാണ്. മനോജ് മാടശ്ശേരിക്കും വിജേഷ് പുതുവാശ്ശേരിക്കുമൊപ്പം SR ഉൺശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.